കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ഇവനെ കൊല്ലണം. പോയി കൊന്നിട്ട് വാ. ശരി അമ്മേ, ഇപ്പോൾ തന്നെ പോയി ഇവനെ ഞാൻ കൊല്ലുന്നതായിരിക്കും. ആ സമയത്ത് എനിക്ക് വല്ലാതെ ടെൻഷനാവും. അതുകൊണ്ടാ പറയുന്നത്. മുത്തശ്ശി ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി സുന്ദരിയായിട്ട് ഒരു പട്ടുസാരിയെ കൊടുത്ത് കുറെ ആഭരണങ്ങളൊക്കെ ഇട്ട് കല്യാണ പെണ്ണിനെ പോലെ റെഡിയായി വന്നാ മതിയാവും. എടാ, കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കേണ്ടത് ഞാനല്ലടാ, എന്റെ കൊച്ചുമോളാ. അതെ അല്ലേ? ദേ, എന്റെ അനിയത്തിക്കുട്ടി വരുന്നുണ്ടോ? ഏട്ടാ, കോഫി. ഓഹോ, ആദ്യം അർജുന കൊടുത്ത ഫീൽ ആവുമെന്ന് വിചാരിച്ചിട്ടാണോ എനിക്ക് കൊടുക്കുന്നത്? ഓക്കെ. ഒന്ന് പോയേട്ടാ. ചേടാ, കല്യാണമായ പിന്നെ സ്വന്തം ഭർത്താവിനല്ലേ ആദ്യം കൊടുക്കേണ്ടത്. മുത്തശ്ശി, ഇത് കണ്ടോ ഏട്ടൻ എന്നെ കളിയാക്കുന്നത്? അവൻ കളിയാക്കിയതൊന്നും അല്ലടി. നിന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ നീ ഈ മുത്തശ്ശിയെ പോലും മൈൻഡ് ചെയ്യത്തില്ലെന്ന് അവ ഓർമ്മിപ്പിച്ചതാ. അടിപൊളി, 5 ഡയലോഗ്, സൂപ്പർ മുത്തശ്ശി. നീ ഒരു മണവാട്ടി പെണ്ണാ മോളെ. നീ ഇനി ജോലിയൊക്കെ ചെയ്താ എന്റെ ഭാര്യ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താണോന്ന് അർജുൻ വിചാരിക്കില്ലേ? അമ്മേ, അമ്മച്ചി, കാപ്പി ചൂടാറും മുമ്പ് എടുത്ത് കുടിക്കമ്മേ. ഇവിടെ വീട്ടിൽ കയറാൻ അനുവദിച്ചതുകൊണ്ട് ഇല്ലാത്ത സ്നേഹമാണ് നീ അഭിനയിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാം മനസ്സിലാക്കിയിട്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ആദ്യത്തെ പണി നിങ്ങൾക്ക് തന്നെ തരും. എടുത്തു കുടിക്കമ്മേ. ദാ പിടിക്കുന്നേ. വല്യേട്ടാ, ദാ കാപ്പി. ചേച്ചി, കാപ്പി കുടിക്കുന്നേ. ഒന്ന് അമ്മയ്ക്ക് അതിനു മുമ്പ് ടാബ്ലറ്റ്സ് കഴിക്കണം.
ശരി. അമ്മേ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ എനിക്കിതൊന്നും കഴിക്കേണ്ട ആവശ്യം വരില്ലടാ. എന്താ മുത്തശ്ശി ചേച്ചിയും ചേട്ടനെയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? അതേടാ, സദ്യ കഴിക്കണമെന്നൊരാഗ്രഹം വന്നപ്പോ ഇവരെ അങ്ങ് കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇവര് 100 തവണ കല്യാണം കഴിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതേടാ. മുത്തശ്ശി ഇപ്പൊ വാ തുറന്ന 5 ഡയലോഗ് മാത്രമേ പറയൂ. ഈ കല്യാണം കഴിയുന്നത് വരെ ഒരു തടസ്സവും ഉണ്ടാകല്ലേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അമ്മേ. ഞാനും അത് തന്നെയാ പ്രാർത്ഥിക്കുന്നത് ശകുന്തളെ. സുമംഗലിയായി ജീവിക്കാൻ വേണ്ടി എന്റെ ഭവാനി ചെയ്യാൻ പോകുന്ന പൂജയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ നന്നായി നടക്കാൻ അനുഗ്രഹിക്കണം.
അർജുൻ ഇന്ന് കാർക്കോടന്റെ കൈ കൊണ്ട് ചാകുന്നത് അവന്റെ വീതി. മോളെ ഭവാനി, എന്താ ഏട്ടാ? എടി നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഹണിമൂണിനൊക്കെ പോകണ്ടേ? നിങ്ങൾ എവിടെയാ പോകുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ട് എന്നെ അറിയിക്ക്, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്തിനാടാ അവരിവിടെ നിന്ന് പോകുന്നത്? നമ്മുടെ കുടുംബത്തിലെ ആരുടെ കല്യാണം കഴിഞ്ഞാലും ശാന്തി മുഹൂർത്തം ഇവിടെ തന്നെ നടക്കണമെന്ന് നിയമമുള്ളത് നിനക്ക് അറിയില്ലേ? മുത്തശ്ശി, ശാന്തി മുഹൂർത്തം വേറെ, ഹണിമൂൺ വേറെ, രണ്ടും ഒന്നല്ല. ആ ശരി ശരി ശരിയാ. പുറത്ത് തുളസിത്തറയില് കൗസല്യ പൂജ ചെയ്യുന്നുണ്ട്. ഞാനെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. മുത്തശ്ശി, തുളസിത്തറയിലോ സർപ്പക്കാവിലോ നാഗദൈവങ്ങൾക്കോ പിന്നെ ശിവലിംഗത്തിനോ പൂജ ചെയ്യേണ്ട കാര്യമില്ല. എന്താടാ? അത് പിന്നെ ആൾ ദൈവത്തെ പോലെ എന്റെ അപ്പച്ചിയുടെ മോളോട് നിൽക്കുമല്ലേ, അവളെ പൂജിച്ച പോരെ? മുത്തശ്ശി, മുത്തശ്ശി. മുത്തശ്ശി, മുത്തശ്ശി, മോളെ എന്തു പറ്റി? എന്താ കാര്യം? അവിടെ അത് കൗസല്യ, എന്തു പറ്റി? എന്തു പറ്റി മോളെ? അത് അത് പിന്നെ പറ മോളെ. മുത്തശ്ശി, നീ എന്തോ കണ്ട് പേടിച്ചതുപോലെ ഉണ്ടല്ലോ. അത് ഞാൻ തുളസിത്തറയിൽ വിളക്ക് വെച്ചിട്ടിരുന്നപ്പോ ഒരു ഒരു വവ്വാല് വന്ന് അതെന്നെ കയ്യിൽ നിന്ന് തട്ടി താഴെ ഇട്ടിട്ട് പോയി. കല്യാണത്തിന് മുമ്പ് യാതൊരു അപശകുനവും ഉണ്ടാവല്ലേ എന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് എന്താ അമ്മ ഇങ്ങനെ ഒരു അപശകുനം? അയ്യോ, വവ്വാല് വീട്ടിൽ വരുന്നതേ ദുശകുനമാ. ഓർക്കുമ്പോ തന്നെ അയ്യോ, ഭഗവാന് വേണ്ടി കത്തിച്ചു വെച്ച ദീപം കെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞ അയ്യോ, എന്തോ ദുശകുനം സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാ അമ്മേ. എന്ത് കാരണമാണെന്ന് അറിയില്ല. അർജുന്റെ ഭവാനിയുടെ കല്യാണക്കാര് സംസാരിക്കുമ്പോഴെല്ലാം ജാതക പൊരുത്തമില്ല, മരണം സംഭവിക്കും എന്നൊക്കെയാ കാണുന്നേ. ഇതൊന്നും നല്ലതല്ല. ഇനി വരാൻ പോകുന്ന അപകടങ്ങൾക്ക് മുമ്പെയാണ് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള സൂചനകൾ കാണാറ്.
കല്യാണത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ഉണ്ടായോ ഞാൻ മിണ്ടാതിരിക്കുകയില്ല. ഞാനതിനെന്താ ചെയ്തേ? നിന്റെ നാത്തൂൻ തന്നെയല്ലേ പറഞ്ഞത് വവ്വാല് വന്ന് ദീപം കെടുത്തി കളഞ്ഞൂന്ന്? ആ കാര്യമാ ഞാൻ പറഞ്ഞേ. നിങ്ങൾ എന്താ പറഞ്ഞത്? നടന്നതെല്ലാം അപശകനമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? പക്ഷികളായ പറക്കുക തന്നെ ചെയ്യും. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുക എന്ന് വെച്ചാ അത് സാധാരണ കാര്യമാണ്. അതിന് ഇത്രയും വലിയൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്ത് വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഏട്ടത്തി, ചില സമയങ്ങളില് കാറ്റ് വന്ന് വിളക്കണയാറില്ലേ? ഈ ഒരു ചെറിയ കാര്യത്തിന് അപശകനമൊന്നും മോശ സമയം എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? ഏട്ടാ, ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഏട്ടൻ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏട്ടാ. എന്തിനാ മുത്തശ്ശി ആവശ്യമില്ലാതെ പേടിക്കുന്നത്? നമ്മുടെ കുലദൈവമായി നാഗദേവത ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും സംഭവിക്കില്ല. അപ്പച്ചി, ഇതൊന്നും മനസ്സിലിട്ട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ജലജ പറഞ്ഞത് കേട്ടിട്ടല്ല എന്റെ വിഷമം. ഇതങ്ങനെ നിസ്സാരമാക്കി കളയേണ്ട കാര്യമല്ല. വവ്വാലിനെ അപശകുനത്തിന്റെ സൂചനയായിട്ടാ കണക്കാക്കുന്നത്. അത് വന്ന് ദീപം കെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞ എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാ തോന്നുന്നത് അമ്മ. വാ വാ കാർക്കോടക, ഇതാണ് വീട്.